ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിനായി നിലനിൽക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ജില്ലകളിൽ പൂർത്തിയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പല മുന്നണികളും വളരെ ശുഭപ്രതീക്ഷയിലുമാണ്, പ്രത്യേകിച്ച് UDF. കാരണം ഇടതു സർക്കാരിനെതിരെ അത്രയും ഭരണവിരുദ്ധ വികാരമാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ സർക്കാരിന്റെ ഓരോരോ കള്ളക്കളികൾ പൊളിയുന്നതും, പ്രത്യേകിച്ച് ശബരിമല പോലുള്ള വിഷയം പൊങ്ങി വന്നതും സർക്കാരിന് ഈ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും. കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് കേരളത്തെ അങ്ങ് കുട്ടിച്ചോറാക്കി വെച്ചിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഇതൊക്കെ മറച്ചുവെക്കാൻ പെൻഷൻ കാശ് കൂട്ടുന്നു, സ്ത്രീകൾക്ക് വേണ്ടി പുതിയ പെൻഷൻ പദ്ധതികൾ കൊണ്ടുവരുന്നു, എന്തൊക്കെ ബഹളങ്ങൾ. പക്ഷേ ഇതൊന്നും കാരണം വീണ്ടും ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ BJPയുടെ കാര്യം പറയണ്ട, കേരളത്തിൽ BJP അത്രയ്ക്കങ്ങ് ക്ലച്ച് പിടിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ജയിക്കാനുള്ള സാധ്യത കാണുന്നത് UDFനാണ്. കൂടാതെ മുൻപെങ്ങും കാണാത്ത രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് UDFന്റെ പ്രചരണ പരിപാടികളിൽ കണ്ടത്. ആളും ആരവവും ആവേശവും അലതല്ലുകയായിരുന്നു UDF ക്യാമ്പുകളിൽ. തിരഞ്ഞെടുപ്പിൽ ഏകദേശം 36,630 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. സത്യത്തിൽ ഈ തിരഞ്ഞെടുപ്പ് സമയം വളരെ നിർണായകമായ ഒരു ഘട്ടം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം പരസ്പരം തല്ലുകൂടിയും പരാതികളും പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജനങ്ങൾ വളരെ ആവേശത്തോടും ആകാംക്ഷയോടും തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ശബരിമല വിഷയവും രാഹുൽ മാങ്കൂട്ടം വിഷയവും തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു ശബരിമല വിഷയവും രാഹുൽ മാങ്കൂട്ടം വിഷയവും കത്തിക്കേറി വന്നത്. ഇത് LDFനെയും UDFനെയും എങ്ങനെ ബാധിക്കും, ഇത് BJPക്ക് ഗുണം ചെയ്യുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് ജനങ്ങൾ എന്ന് വേണേൽ പറയാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയം. സർക്കാരിന് നേരിട്ടാണ് ഇതിൽ പങ്കുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതിൽ പങ്കുള്ളവർക്കെതിരെ സർക്കാർ യാതൊരു നടപടികളും ഇതുവരെ എടുത്തിട്ടുമില്ല. കൂടാതെ ഇതിൽ പല മന്ത്രിമാരും ഇനി കുടുങ്ങാൻ പോകുന്നതേയുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് LDFന് ഒരു ഭാഗ്യ പരീക്ഷണം തന്നെയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടം വിഷയം അങ്ങനെയല്ല. രാഹുലിനെതിരെ പരാതി വന്നപ്പോൾ തന്നെ കോൺഗ്രസ് നടപടികൾ സ്വീകരിച്ചു. പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുലിനെ പുറത്താക്കി. അതുകൊണ്ട് തന്നെ ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകം തന്നെയാണ്. എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം.